വാക്യമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്, 40-ാമത്തെ അധ്യായമാണ്. അതിന്റെ 31-ാമത്തെ വാക്യമാണ്. നമുക്ക് ഒന്ന് വായിക്കാം. വായിക്കുന്നവരുണ്ടോ? അല്ല ഞാൻ വായിക്കണോ? എങ്ങനെ വേണം? വായിച്ചാട്ടെ. വായിച്ചോട്ടെ. 40-31. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. സ്തോത്രം. നമ്മുടെ ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ദൈവിക അരുളപ്പാടാണിത്. നമ്മൾ പലപ്പോഴും ഇതിനകത്ത് നിന്ന് ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഇതിനകത്ത് ദൈവത്തിന് നമ്മൾ സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ വാക്യം ഈ രാത്രി വായിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നത്. ഇതിനകത്ത് 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. 2, അവർ ചിറകടിച്ച് കയറും. 3, അവർ ക്ഷീണിച്ചു പോകാതെ ഓടും. 4, തളർന്നു പോകാതെ നടക്കും. 4 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സവിസ്തരം പ്രസംഗിക്കാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഇന്നില്ല. എങ്കിലും കർത്താവിന്റെ ആത്മാവ് നിയോഗിക്കുന്നത് പോലെ നിങ്ങളോട് ആത്മാവിൽ സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇതിൽ പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മളിൽ കാണാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. 1, നമ്മൾ പുതുക്കമുള്ളവരായി കാണണമെന്ന് പരിശുദ്ധാത്മാവിന് താല്പര്യമുണ്ട്. 2, നമ്മൾക്ക് നൽകിയിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം നന്നായിട്ട് ഓടുന്നവരായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. 3, നമ്മുടെ നടപ്പ് നന്നായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ആയിരിക്കണമെന്ന് ദൈവത്തിന് വളരെ നമ്മെക്കുറിച്ച് ഇഷ്ടമുണ്ട്. ഇതിനെ സവിസ്തരമായി വിശദീകരിച്ച് പ്രസംഗിക്കാൻ നമ്മുടെ മുമ്പിൽ വളരെ സമയക്കുറവാണ്. എങ്കിലും 1-2 കാര്യങ്ങൾ പ്രാരംഭമായി പറയാം. എന്തുകൊണ്ട് നാം കർത്താവിനെ കാത്തിരിക്കണം? സ്വതന്ത്രം. 1-ാമത്തെ കാര്യം, നമ്മുടെ ദൈവം നീതിയും ന്യായവുമുള്ള ദൈവമായതുകൊണ്ട് ദൈവത്തെ കാത്തിരിക്കണം. 2-ാമത്തെ കാര്യം, യഹോവ നമുക്ക് ന്യായം കൽപ്പിക്കുന്ന ന്യായവിധിയുടെ ദൈവമാണ്. സ്തോത്രം. 3-ാമത്തെ വിഷയം, കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ലവനാണെന്നുള്ളതാണ് എന്റെ വിഷയം. ഈ 3 വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തെ കാത്തിരുന്നേ മതിയാകത്തുള്ളൂ. സ്തോത്രം. തുടർന്ന് അങ്ങോട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. എങ്കിലും പ്രാരംഭമായിട്ട് ഞാൻ ഒരു ആത്മാവിലൊരു ദൂത് എന്നെ കേൾക്കുന്നതോട് പറയാം. സ്തോത്രം. ജീവിതത്തിന്റെ യാത്രാവേളയിൽ വെച്ച്, മുന്നോട്ടുള്ള ചില യാത്രയിൽ വെച്ച് ക്ഷീണിച്ച് തളർന്ന് പോയ ചിലരുടെ ജീവിതത്തിൽ ഇത് ഉയർച്ചയുടെ നാളുകളായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്നവർ ആരിലൊക്കെയോ ഉണ്ടായിരുന്ന അവർ ഉയർന്നു നിന്ന സ്ഥലങ്ങളിൽ നിന്ന്, അവർക്കുണ്ടായിരുന്ന ശ്രേഷ്ഠമായ സ്ഥാനങ്ങളിൽ നിന്ന്, അവരുടെ ആത്മീക ഭൗതിക ഉയർച്ചയുടെ മണ്ഡലങ്ങളിൽ നിന്ന് ശത്രു തന്ത്രങ്ങൾ ഒരുക്കി, സമയങ്ങൾ ഉണ്ടാക്കി, കണ്ടുപിടിച്ച് ചിലരെ ഒതുക്കി തളർത്തി ഇല്ലായ്മ ചെയ്യത്തക്ക നിലയിൽ പറക്കാൻ കഴിയാത്ത ഒരു കഴുകിനെ പോലെ ക്ഷീണിച്ചിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വരുന്ന ദിവസങ്ങൾ നിന്റെ ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കും. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഒരുവനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരുത്തനെ ദൈവം അവന്റെ ജീവിതത്തിന്റെ സഞ്ചാര പദവിയിൽ അല്പം കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. അവൻ ഒരുപാട് തലങ്ങളിൽ ക്ഷീണിക്കേണ്ടി വന്നു, ഒരുപാട് കരയേണ്ടി വന്നു, ഒരുപാട് അവന്റെ വീട്ടിൽ വിഷമിക്കേണ്ടി വന്നെങ്കിലും അവനെ ഉയർത്തിയെന്ന് മാത്രമല്ല, അവന്റെ കൂട്ടങ്ങളെ ദൈവം അവന്റെ കുലകളെ ആട്ടിൻ കൂട്ടങ്ങളെ പോലെ വർദ്ധിപ്പിച്ചു എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരിൽ ആരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിലത് ലഭിക്കുമെന്ന് മാത്രമല്ല, അതൊരു വർദ്ധനവിലേക്ക് വരുമെന്നും അതൊരു സമർത്ഥമായ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന് നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് മാത്രമല്ല, കർത്താവിന്റെ വേലയുടെ ഭാഗത്തിലൂടെ കൊടുക്കത്തക്ക നിലവാരത്തിൽ ചിലരുടെ കരകളെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കുമെന്ന് പ്രാരംഭത്തിലെ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂതിന്ന് രാത്രി പറയുകയാണ്.
സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങളെ കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങൾ നിശ്ചയമായും ദൈവത്തിന്റെ മുൻപാകെ നിങ്ങളുടെ സമയങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾ കർത്താവിന് വേണ്ടി ചില സമയങ്ങൾ മാറ്റിവെക്കണം. കർത്താവിനെ കാത്തിരിക്കാൻ, കർത്താവിനെ കേൾക്കാൻ, കർത്താവിന്റെ പക്കൽ ചിലർ പ്രാപിക്കുവാനായിട്ടുള്ള ഒരുക്കവും തീരുമാനം ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഞാൻ ദൂത് പറയുക. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. കർത്താവ് അവിടെ പറയുന്നതിന്റെ കാര്യങ്ങളുണ്ട്. 25 സംഗീതക്കാരൻ പറയുന്നു, അവനെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുമെന്നാണ്. ഒന്ന് സ്വതന്ത്രത്തെ കാര്യം മനസ്സിലാക്കണം. ദൈവത്തെ നാം കാത്തിരുന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ലജ്ജ മൂടുവാൻ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. മറിച്ച് സ്തോത്ര കാരണം കൂടാതെ ദൈവമക്കളെ, ദൈവഭക്തന്മാരെ അവൻ ഉപദ്രവിക്കുന്നവരുടെ ജീവിതത്തിൽ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരും തിരുവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർക്കണം. നിനക്കെതിരെ ശത്രുക്കളായി നിൽക്കുന്നവരോട്, നിനക്കെതിരെ വാദിക്കുന്നവരോട്, നിനക്കെതിരെ മത്സരിക്കുന്നവരോട് ഒരിക്കലും മത്സരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. മറിച്ച് ദൈവത്തിന് മുൻപാകെ കാത്തിരുന്നാൽ മതി. സ്വത്രം. നിന്നെ വെറുതെ ദ്രോഹിക്കുന്നവർ, ലജ്ജിക്കുന്നവർ ദൈവം നിന്റെ പക്ഷത്ത് ഇറങ്ങി നിൽക്കുന്നത് അവർ കാണുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി ദൈവമക്കളെ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ രാത്രി ദൈവമക്കളെ, കർത്താവിനെ കാത്തിരിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോകുവാൻ ഇടവരരുത്. ആ പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, സ്തോത്രം, യൗവനക്കാരും തളർന്നു പോകും, ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ക്ഷീണം ഭവിക്കയിൽ, അവർക്ക് ഇടർച്ച ഉണ്ടാകത്തില്ലെന്ന് പരിശുദ്ധ ഞാൻ അദ്ദേഹത്തിന് മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയിൽ, ദൈവജനത്തിൽ, ദൈവജനത്തിലെ കുടുംബത്തിനകത്ത് ഒരു പുതുക്കം ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്വന്തം ശ്രദ്ധിക്കുക. ആത്മീയ ജീവിതത്തിന്റെ പുതുക്കം നഷ്ടപ്പെട്ടവരായി, ദൈവകൃപയുടെ പുതുക്കം നഷ്ടപ്പെട്ടവരായി ജനം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇന്ന് രാത്രി കർത്താവിനെ പുതുക്കം ലഭിക്കണമെങ്കിൽ അത് ഒരു സഭായോടുകൂടി ലഭിക്കണമെന്നല്ല. അത് സ്വന്തം പുതുക്കം ലഭിക്കണമെങ്കിൽ കേവലം ഒരു ചെറിയ മീറ്റിംഗ് അറ്റൻഡ് ലഭിക്കുന്ന ഒന്നല്ല. മറിച്ച് ദൈവത്തിന്റെ മുൻപാകെ താനെ കാത്തിരിക്കുമ്പോഴാണ് ആ പുതുക്കം നമ്മുടെ മേൽ പകരപ്പെടുവാൻ കാരണമായി തീരുന്നത്. സ്വന്തം. ദൈവത്തിന്റെ രാത്രി ഞാൻ പറയട്ടെ, ആത്മാവിൽ പുതുക്കമുള്ള ഓരോരുത്തരുമാണ് ആത്മീക ജീവിതത്തിനകത്ത് ക്ഷീണിക്കേണ്ടി വരത്തില്ല, തളരേണ്ടി വരത്തില്ല. അത് നിനക്കെതിരെ ശത്രു അതിന്റെ മുൻപാകെ പുതുക്കമുടെ നിന്ന് രാത്രികാലം തിരിച്ചറിയുവാനായിടയാകണം. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ശമൂവേല് ഈ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ശമൂവേലിന്റെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മ സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ ശമൂവേല് സൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് അവനോട് പറഞ്ഞു, സ്തോത്രം, നീ എന്റെ കൂടെ വരിക, ഗിൽഗാലിൽ നിന്റെ രാജ്യത്വം പുതുക്കിയിട്ട് ഞാൻ നിന്നെ പറഞ്ഞേക്കാം. ഗിൽഗാലിൽ നിന്റെ രാജ്യത്വം പുതുക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് സമൂഹ പ്രവാചകൻ സൗലിനോട് പറയുകയുണ്ടായി. ഇന്ന് രാത്രികാല ദൈവജനത്തോട് പറയുന്നു, നിന്റെ അഭിഷേകത്തെ പുതുക്കേണ്ട സമയമാണിത്, നിന്റെ ശുശ്രൂഷയെ പുതുക്കേണ്ട സമയമാണിത്, നിന്റെ ആയുധങ്ങളെ പുതുക്കേണ്ട സമയമാണിത്. കാരണം നിനക്കെതിരെ ശത്രുവാണ് പോരാൻ വരുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, തളർന്നു പോകാതിരിക്കേണ്ടതിന് അഭിഷേകം പുതുക്കുവാൻ രാത്രി ദൈവം നമ്മളെ അടിവരയിട്ട് ഓർപ്പിക്കുകയാണ്. സ്വപ്നം നോക്ക്. അല്പം മുമ്പ് നാം വായിച്ചു കേൾക്കുകയുണ്ടായി, ഗോലിയാത്തുമായി എതിരിട്ട് ചെല്ലുമ്പോൾ ദാവീദ് അവിടെ പരാജയപ്പെടാതിരുന്ന കാര്യം, അവന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം അവൻ വനത്തിലായിരിക്കുമ്പോഴും അത് പുതുക്കിയെന്ന് മാത്രമല്ല, അവനെതിരെ അവനെ ശത്രുവിന്റെ നേരെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവൻ ഗോലിയാത്തിന് മുൻപാകെ ദാവീദിന് ഭീരുത്വം ഉണ്ടാകാതിരുന്ന കാര്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സൗലിന്റെ സേവകന്മാരും ദാവീദിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഭയപ്പെട്ട് മാറിയതിന്റെ കാരണം അവന്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, അവന്റെ കയ്യിൽ പകപ്പിന്റെ വലിപ്പമല്ല, പരിധിയുടെ വലിപ്പമല്ല, അവിടെ നിന്ന് ഒറ്റ ഒരുത്തന്റെ മേൽ കയ്യിലും ആയുധമുണ്ടായിരുന്നില്ല എന്ന്
എന്നുള്ളതാണ് പ്രധാന കാരണം. കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിലുള്ള ആയുധധാരികളെ, ആയുധം പണിയുന്നവർ പലരെയും ഫിലിസ്ത്യർ പിടിച്ചുകൊണ്ട് അതുകൊണ്ട് അവരുടെ മഴു കൊഴുമ്പുകളൊന്നും മൂർച്ച കൂട്ടാൻ കഴിയാതെ വണ്ണം ആയുധമില്ലാത്തവരായിട്ട് മാറി എന്നുള്ളതാണ്. അവൻ സ്വന്തം ഇന്ന് രാത്രി ദൈവജനത്തിൽ ഞാൻ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്. അവൻ ഞാൻ പറഞ്ഞുകൂടാ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവയുടെ യുദ്ധ ദിവസത്തിൽ ഉറച്ചു നിർത്തുവാൻ കഴിയണമെന്ന് നിങ്ങൾ ഇടിവിൽ കയറി നിൽക്കണം, നിങ്ങൾ സ്വന്തം മതിൽ കെട്ടണമെന്ന് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി. ദൈവത്തിന്റെ ജനങ്ങൾ ഓർക്കുക, വരുന്ന ദിവസങ്ങൾ ആത്മജനങ്ങൾ നിൽക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവജനത്തിന് മുന്നിൽ അവൻ ശക്തമായ യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നവരെ, ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ, വെളിപ്പാട് പറയുന്നവരെ, ആത്മാവിൽ ആരാധിക്കുന്നവരെ, പ്രവചന ദൂതി പറയുന്നവരെ, ആത്മാവിന്റെ ശക്തമായ ശുശ്രൂഷയിലൂടെ രോഗസംഖ്യത്തിന്റെ വിടുതൽ ശുശ്രൂഷ ചെയ്യുന്നവരെ എങ്ങനെ വീഴ്ത്താമെന്ന് ശത്രു തന്ത്രം പറയുമ്പോൾ ഇതിനകത്ത് പരിശുദ്ധമോ പറയുന്നു, നീ ഇടിവിൽ കയറി നിൽക്ക്, ഇടിവിൽ കയറി നിൽക്ക്. നിന്നോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലക്കകത്തും നീ മതിൽ കെട്ടി മതിൽ പണിത് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ രാത്രി പരിശുദ്ധമോ പറഞ്ഞു. ഇന്ന് രാത്രികാലം ആത്മാവ് ദൂരായിട്ട് ഓർപ്പിക്കുന്നു. അത് ചിലരുടെ കുടുംബത്തിനകത്ത് കൂടെ കൂടെ ഉണ്ടാകുന്ന പരാജയങ്ങൾ, കൂടെ കൂടെ വരുന്ന തകർച്ചകൾ, നിന്റെ കൂടാരത്തിനകത്ത് കൂടെ കൂടെ പോയിട്ട് അത് രോഗബന്ധനോട് ബാധിക്കുന്ന ചില ശക്തികൾ അത് വഴിമാറി എന്ന് നമുക്ക് പറയാം. കുടുംബ പ്രാർത്ഥന ഓരോ വീടിനകത്ത് അവൻ ഇടിവിനകത്ത് കയറി നിൽക്കാൻ ഇന്ന് രാത്രികാലം പരിശുദ്ധമായി ദൂതി പറയുകയാണ്. സ്വത്രം അവ ചില തലമുറകൾക്ക് വേണ്ടി ഇടിവിലേക്ക്, അവ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിലേക്ക്, അവ ചിലരുടെ ജോലി മണ്ഡലങ്ങളെ കുറയ്ക്കുവാൻ അവ സാമ്പത്തികം ഇടിച്ചേർക്കാൻ ശത്രു പദ്ധതിയിടുമ്പോൾ ആത്മാവിൽ ഇടിവിൽ നിന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിനക്കുള്ള ഓർമ്മ നഷ്ടമാകാതെ ദൈവം സൂക്ഷിക്കുന്നതായി കാണത്തക്ക നിലവാരത്തിൽ ജീവിച്ചു പോകാതെ ദേശത്തിന്റെ നേതൃത്വം മാത്രമല്ല അവ ദൈവത്തിന്റെ ആലയത്തിന് മണ്ണിതരായവർ അവരുടെ പ്രാകാരങ്ങളെ തലയ്ക്കാൻ പോകുകയാണ്. ഈ ആലയത്തിനകത്ത് തലയ്ക്കത്തക്ക നിലവാരത്തിൽ വീടിനകത്ത് കോട്ട കെട്ടട്ടെ, അവ വീടിനകത്ത് അവരുടെ ചോദ്യം ഇടിവിനകത്ത് നിൽക്കട്ടെ. ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത് അശോകനെ നേതൃത്വം കടന്നു പോവുകയാണ്. ഒന്ന് അശോകന പുതുക്കം വേണമെന്ന് ദൈവത്തിനാണ് പറയുകയാണ്. പലരും മൂർച്ചയില്ലാത്തൊരു കത്തി പോലെ അവ മൂർച്ചയില്ലാത്ത ഒരു ആയുധം പോലെയായി മാറിയിരിക്കുമ്പോൾ അവരെ മൂർച്ച കെട്ട ഒരു മാർഗമേറെ സ്വത്രം അവൻ കൂടാരത്തിനകത്ത് കയറി അവൻ ഇടിവിനകത്ത് കയറി നിന്നിട്ട് അവൻ കർത്താവിന്റെ തിരുവചനത്തെ സ്വത്രം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നത് അവന്റെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവുമായി മാറിയെന്ന് ഇരമ്യ പ്രവാചകൻ 15-ാം അധ്യായത്തിനകത്ത് കാണാം. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവത്തിന്റെ ആത്മനിയോഗത്തിൽ പറയുന്നു, ദൈവത്തിന്റെ തിരുവചനത്തെ ഭക്ഷണമാക്കി മാറ്റാൻ അവസ്ഥ യേശുവിന്റെ പരീക്ഷ നടന്നിരിക്കുമ്പോൾ അവൻ സാത്താനിൽ പറഞ്ഞ മുഖ്യമായ വിഷയം ഇതാണ്: മനുഷ്യനാൽപ്പോൾ നിന്ന് മാത്രമല്ല ജീവിക്കുന്നത്, അവൻ ദൈവത്തിന്റെ വാഴുന്ന സകല വാചകങ്ങളും കൊണ്ട് ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിലേക്ക് പറയാൻ കാരണമായി. അങ്ങനെ ഇന്ന് രാത്രി കാലം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അതെ ചിലരുടെ പരാജയന്മാർ ഒരൊറ്റ കാര്യം, അതെ ചിലരുടെ ജീവിതത്തിലെ ഉയർച്ചത്തിലെ വാതിൽ തുറക്കപ്പെടാൻ, ആത്മമണ്ഡലങ്ങളിലേക്ക് ഒന്നുകൂടെ കയറി ചെല്ലാൻ, ആത്മാവിലൊന്നുകൂടെ ശക്തരായി മാറാൻ, അഭിഷേകത്തിൽ ഒന്നുകൂടെ ഉയർന്നു വരാൻ, പ്രാർത്ഥനയിൽ ഒന്നുകൂടെ ദീർഘമായ സമയം കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ഇന്ന് രാത്രി കർത്താവ് സ്വത്രം അവനെ കാത്തിരിക്കുക. ദൈവത്തിന് മുൻപാകെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, കാത്തിരുന്ന് ജീവിതമാക്കുക, അവനെ കാത്തിരുന്ന് പ്രാർത്ഥികമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ കൂടാരങ്ങളൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. ജീവിതമാകമാനം മാറ്റിമറിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഈ സൂമിൽ മീറ്റിംഗിനകത്ത് വ്യാപനത്തിന്റെ പരിശുദ്ധം ഇന്ന് രാത്രി എന്നോട് പറയുന്നു. ഇതിൽ ഇരിക്കുന്ന ചിലകൾക്കത്തെ പരിശുദ്ധമാകുന്നത് ശക്തമായ അഭിഷേകമേറെ സാന്നിധ്യം കൈമാറുന്ന ദിനങ്ങൾ വരാൻ പോവുകയാണ്. അശ്വമനക ചുടമനകൾ കവനിയാതന അത് പരിശുദ്ധമെന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നു. ചിലരുടെ ശുശ്രൂഷകളുണ്ട്, പക്ഷേ അത് പുറത്തു വരാൻ കഴിയാതെ വണ്ണം ശത്രു ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളുണ്ടെന്ന് ഈ രാത്രി കട്ടാൻ ദൂരെ പറയുകയാണ്. അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഈ രാത്രികാലം ദൈവത്തിന്റെ പദ്ധതിയുള്ള
മോശയുടെ സ്വർഗത്തിലെ പറഞ്ഞതുപോലെ മോശയെ താഴ്വരയുടെ പ്രശ്നം നോക്കണ്ട, ഇവിടെ കയറി വന്ന് എന്നെ അണയ്ക്കലിരിക്ക, ഞാൻ നിനക്ക് പ്രമാണങ്ങളെ യോജിത്തരുമെന്ന് പരിശുദ്ധമ്മ മോശയോട് പറഞ്ഞതുപോലെ ഈ രാത്രി പരിശുദ്ധമ്മ ചിലരോട് പറയുന്നു. ചിലരകത്ത് പരിശുദ്ധമ്മയുടെ വെളിപ്പാടിന്റെ കലവറകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. അശ്വമനക ചുടമനേക്കമനിയ ആ തങ്കമനയുടെ അമ്മയുടെ പരിശുദ്ധമ്മ പറയുന്നു, ഈ ദിനങ്ങളിൽ പ്രാർത്ഥനയുടെ കൂടാരത്തിനകത്ത് കയറിയാൽ അടുത്തോടെ കൂടാരത്തിനകത്ത് മാത്രമല്ല ദൈവത്തിന്റെ സ്ഥലത്തിന്റെ ഗാനത്തിന്റെ നിലവാരത്തിൽ വിശാലമായ ചില മണ്ഡലങ്ങൾ തുറക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധമ്മ പറയുന്നു. സ്വന്തം മാത്രമല്ല നിലത്തിന് പകരപ്പെടുന്ന വാഗ്ദത്തങ്ങൾ അതിന്റെ സമയങ്ങൾ കഴിഞ്ഞിട്ട് നിവർത്തിയാകാത്ത നിലവാരത്തിൽ അത് തടഞ്ഞു കിടക്കുന്ന കർത്താവ് പറയുന്നു. ഇന്നലെ ദൈവത്തിന്റെ കരങ്ങളുള്ളത് ആവശ്യമാകുക, അവന്റെ മുമ്പാകെ ചില നാഴികകൾ കാത്തിരിക്കാൻ തയ്യാറായാൽ നിന്റെ കൂടാരത്തിനകത്ത് ജയഘോഷം മുഴങ്ങി വന്ന് അവൻ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്ന രാത്രികളും പരിശുദ്ധമാണ് ദൂരി വീഴ്ച പറയുകയാണ്. അവൻ നിന്നെ മൂടുന്ന ചില നിരാശകൾ, വേദനകൾ, അവൻ ചില അസ്വസ്ഥതകൾ, കൂടാരത്തിനകത്തുള്ള ചില ഏറ്റക്കുറച്ചിലുകൾ അവൻ കർത്താവ് മാറ്റുന്നതിന്റെ കൂടാരത്തിനകത്ത് ഒരു പുതുക്കം പകരാൻ പോകുന്നുവെന്ന് ഈ രാത്രി പരിശുദ്ധമായി ദൂരി പറയുകയാണ്. നിന്റെ കൂടാരത്തിൽ മങ്ങിക്കിടക്കുന്ന ചില സ്വർണ്ണക്കിരണ്ടികൾ പോലെയുള്ള അവൻ ചില പാത്രങ്ങൾ മങ്ങിക്കിടക്കുന്നത് പോലെ വീടിനകത്ത് മങ്ങിക്കിടക്കുന്ന ചില ശോഭ പിടിപ്പിക്കാൻ ദൈവത്തിന്റെ അടുക്കൽ കയറിച്ചത് പരിശുദ്ധമാണ്. ഈ രാത്രി നിന്റെ സ്വർഗത്തിനെ വിളിക്കുകയാണ്, നിന്റെ ദൈവത്തിന്റെ ഇടിവിലേക്ക് വിളിക്കുകയാണ്. ശമനകജുടമനകൾക്കമനിയ ദൈവത്തിന്റെ സന്നിധി ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായ ദൈവത്തിന്റെ മുമ്പാകെ തീരുമാനമെടുക്കാൻ തയ്യാറായ ദൈവത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമെന്ന് രാത്രി പരിശുദ്ധമ്മ പറയുന്നു. അവൻ ഈയോട് പറഞ്ഞതുപോലെ ഇനിയും നിന്റെ വായിൽ ചിരിയുണ്ടാകും, ഇനിയും നിനക്ക് പാട്ടുകൾ ഉണ്ടാകും, ഇനിയും നിനക്ക് ഉല്ലാസം ഉണ്ടാകുമെന്ന് കത്ത് ഓർപ്പിക്കുമ്പോൾ അവൻ നിന്റെ കത്താന്റെ രാത്രി കൊടുക്കുക. അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിയിൽ ആ കൂടാരത്തിന് വിടുതൽ വ്യാപരിക്കട്ടെ, ആ വചനത്തിന് ശക്തി വ്യാപരിക്കട്ടെ, ആ കൂടാരത്തിന് പുതുക്കം വ്യാപരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ നിയമ രക്തത്താൽ ഇന്ന് രാത്രി ഞാൻ ജയം പറയും. സ്വതന്ത്രം അതേ കർത്താവ് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് മേൽ കിടക്കുന്ന അഭിഷേകത്തിന് ശക്തി ഒന്ന് പുതുക്കേണ്ടത് ആവശ്യമാണെന്ന് കർത്താവ് ഓർപ്പിക്കുക. ശമന പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിയോഗം എന്നെല്ലാം ദൂരി പറയാം. പരിശുദ്ധാത്മാവിന്റെ കരം നമ്മുടെ മേൽ ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുക. സ്വതന്ത്രം ഈ സൂം മീറ്റിംഗിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ കരകൾ വെളിപ്പെടാൻ പോകുകയാണ്. ശക്തമായ നിലവാരത്തിൽ ഈ സൂം മീറ്റിംഗിൽ കൂടെ ദൈവ മീറ്റിംഗിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗികൾ ശക്തമായി വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ്. ചില വീടിനകത്തൊരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ രക്തസ്രാവം പോലെയുള്ള ചില മാറാതെ നിൽക്കുന്ന ബാധ്യത ചിലരെ വിട്ട് ഒഴിഞ്ഞു മാറുമെന്ന് ഈ രാത്രി ഇന്ന് രാത്രി അതിനുവേണ്ടി ഒരു പുതുക്കം പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇന്ന് രാത്രി ഇടാൻ പോവുകയാണ്. ഇതിനകത്ത് അനുഷ്ഠിക്കുന്ന പ്രാർത്ഥികളുടെ പ്രാർത്ഥന ശക്തന്മാരെ പരിശുദ്ധ കൂട്ടി നടത്തുന്ന ദിനങ്ങൾ വരാൻ പോവുകയാണ്. അന്തമന വൈപ്രഭാതന കൈത്തമണിയ സ്വന്തം നോക്ക്. ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യം എന്ന് പറയുന്നത് അവൻ തലയിലെ എണ്ണപ്പെരുത്തമല്ലത് നോക്കുന്നത്, മറിച്ച് അകത്ത് പുതുക്കം പ്രാപിച്ചതിനെ ചിലവിനെ ദൈവം ഈ രാത്രി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അകത്ത് ആത്മാവിൽ പുതുക്കമുള്ള ചിലവിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സ്വത്ര പുതുക്കം വന്ന നിന്നെ എവിടെ വിട്ടാലും ശത്രു നിന്നെ ജയിക്കത്തില്ലെന്ന് മാത്രമല്ല, നീ നിൽക്കുന്ന പാളയത്തിനകത്ത് അവൻ പിശാചിന് ആയുധം വിലപ്പോകത്തില്ലെന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കുക. സ്വത്രം അത് യെശയ്യാവിന്റെ ദൈവം പറയുന്നത്. സ്വത്രം ഈ പിശാച് ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയാണ് ചോദിച്ചാൽ സ്വത്രം നിങ്ങൾ പതുക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായമുണ്ട്. അതിനകത്ത് പരിശുദ്ധമോ രേഖപ്പെടുത്തിയ കാര്യമാണ്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കുമെന്ന് പരിശുദ്ധമ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വത്രം താഴത്തോട് അധ്യായം 16-ാം വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിനക്കെതിരായിട്ടുണ്ടാകുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വത്രം ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാൻ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ അന്തവല പ്രഭാതരമ സന്തരമൽക്കമനീയ ഇന്ന് രാത്രി ജലസ്വത്ര കുഞ്ഞാടിന്റെ രക്തത ജയമെടുക്കുകയാണ്. അവൻ ശുഭബ്രതരെ ഈ ദിവസങ്ങളിൽ അവൻ പരിശുദ്ധമെന്നോട് പറയുകയാണ്. അവൻ ശത്രുവിന്റെ ആയുധങ്ങളുടെ
നിന്നിൽ ഫലിക്കത്തില്ല. അവൻ നീ നിൽക്കുന്ന മണ്ഡലത്തിലും ദൈവം നിന്നെ ഇടത്തോട്ട് നിലത്തോട്ട് പരക്കുന്ന ഒരു പ്രവാചകനെ പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശക്തി നിന്നുമേൽ വന്നിട്ട് ഒരു അഭിഷേകത്തിന് പകർച്ച നിന്നുമേൽ വെളിപ്പെടാൻ പോകുകയാണ്. ഒരു അനുഗ്രഹം നിന്നുമേൽ വെളിപ്പെടും. നീ ഇടത്തോട്ട് നിലത്തോട്ട് പരത്തും. ദൈവത്തിന് വേണ്ടി നീ വിശാലത പ്രാപിക്കും. ആത്മമണ്ഡലങ്ങൾ പുതുക്കി പരിശുദ്ധമാകുന്നതിന് അവന്റെ കരത്തിൽ കൂടി ഒളിപ്പിച്ചു വെച്ച ഒരു ആയുധം പോലെ മൂർച്ചയോടെ ഉണ്ടാക്കിയ ദൈവം നിന്നെ മാറ്റുമെന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിനോട് ഇടപെടുക. ശമനകതല ഈ ദിവസം നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവമായിട്ടുള്ള അവ സമയ സംഭാഷണങ്ങൾ മാറിയാൽ ഇന്നുവരെ കാണാത്ത ഒരു ദൈവത്തിന്റെ ക്രൂര വ്യാപാര ശക്തി അവൻ ശിവബ്രതത്തിന് വെളിപ്പെടുമെന്ന് രാത്രി കർത്താവ് പറയുകയാണ്. അവൻ ശത്രുവിനെ ഒടുക്കാൻ പദ്ധതിയിടുന്നുണ്ട്. പക്ഷെ നിനക്കെതിരെ അട്ടുണ്ടാക്കുന്ന ആയുധവും ഫലിക്കത്തില്ലെന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കും. നിങ്ങളുടെ ഒരു ആത്മശക്തിയുടെ കൈമാറ്റം നടക്കും. പരിശുദ്ധമാണ് മുന്നേറ്റ പദ്ധതിയുണ്ട്. അവൻ പലരും മുന്നേറ്റ നെഗറ്റീവ് പറയുമ്പോൾ അവൻ പലരും മുന്നേറ്റ കാണത്തില്ലെന്ന് പറയുമ്പോൾ ഇത് രാത്രി മനുഷ്യരെ പറയുന്ന സ്വന്തം ഏലീശ എന്ന് പറയുന്ന ഓരോരുത്തൻ അവനൊരു പ്രവാചകനായിരുന്നില്ല. മറിച്ചവൻ അവന്റെ ഭയനകത്ത് 12 കാലയോടുകൂടെ അവൻ തന്നെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചോദിക്കാതെ അവന്റെ അനുവാദമില്ലാതെ അവന്റെ നിർണയപ്രകാരം കണ്ടറിയാം അവന്റെ അടുത്ത പ്രവാചകനെ പറഞ്ഞയച്ചിട്ട് അവന്റെ മേലത്തെ പുറപ്പെട്ടതിന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. ഇതിനകത്ത് കണ്ട ഓർപ്പിന്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ അവൻ സ്വന്തം വിശാലത പ്രാപിക്കുമെന്ന് ഇന്ന് രാത്രി കർത്താവിനെ ഓർപ്പിക്കുകയാണ്. നീ ദൈവത്തിന്റെ വേദത്തെ തൂണുകളായി മാറും. യാക്കോബ് തൂണായി മാറിയതുപോലെ ദൈവത്തിന്റെ വേദക്ക് നീ ഒരു തൂണായി മാറും. നിന്റെ ഭൗതിക മണ്ഡലത്തിലുള്ള ബന്ധനങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. ആത്മമണ്ഡല സ്വർഗം തുറക്കുകയാണ് രാത്രി. നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യ സമ്പത്ത് നിരത്തകങ്ങളിൽ നിന്റെ ന്യായ പ്രമാണത്തിന് ദൈവത്തിന്റെ പ്രമാണത്തിന് ഒരു വലിയ പകർച്ച പരിശുദ്ധമായി കൈമാറാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ബ്രദർ ശിവനെ പ്രാർത്ഥിക്കുന്നു. ഒന്നുമറിയാതെ പാടത്തിൽ നിന്ന് എഴുത്തരച്ചെന്ന് അവന്റെ പരിശുദ്ധമായി ബോധപ്പെട്ട് വേർതിരിച്ചതുപോലെ മകന് അവൻ തന്റെ കൂടാരത്തിനകത്ത് വിളിച്ച് വേർതിരിച്ച് ഒരു വലിയ കൈമാറ്റങ്ങളുടെ ഭൗതിക മണ്ഡലത്തെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന പ്രാർത്ഥനയുടെ മുദ്രയുള്ള പോരുകളെ ഇന്ന് രാത്രി ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്ന ചെയ്യാതെ സമാനകൾക്കമനെ സ്വത്രം പുതുക്കം പ്രാപിക്ക്. ദൈവശക്തിയുടെ പുതുക്കം ഈ രാത്രി പ്രാപിക്കാൻ വേണ്ടിയിടയാകട്ടെ. സ്തോത്രം. ദൈവത്തിന് മൻകാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിന് നമ്മളെ സ്തോത്രം ഈ 40-ാം അധ്യായം വായിക്കുമ്പോൾ തുടക്കം കാണുമെന്നറിയാമോ? യുദ്ധസേനയ്ക്ക് കഴിഞ്ഞ സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥതയില്ലാതിരിക്കുന്ന ഒരു ജനത്തോട് ഇസ്രായേലിന്റെ പരിശുദ്ധങ്ങൾ പറയുകയാണ്, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവീനെന്ന് ഞാൻ നിന്നോട് പറയുക. നോക്കണം, ഒരുപറ്റം ജനം സമാധാനമില്ലാതെ ഉള്ളതെല്ലാം തകർന്ന് നഷ്ടമായി സീറോ പോയിന്റായി നിൽക്കുമ്പോൾ പരിശുദ്ധമായ പ്രവാചകനോട് പറയുകയാണ്, നിന്റെ ചാറ് സമാധാനം അടുത്തു വരികയാണ്. അവൻ സമാധാനപ്പെടുന്ന ഒരു ദൈവരാത്രി വെളിപ്പെടുകയാണ്. അവൻ കുടുംബത്തിനകത്തുള്ള തകർച്ചകൾ മാറാൻ പോവുകയാണ്. അവൻ കുടുംബത്തിനെതിരെയുള്ള മത്സരങ്ങൾ മാറാൻ പോവുകയാണ്. അവൻ ശത്രുവിന്റെ കുടുംബത്തെ കോഴടിച്ച അനുഭവത്തിനകത്ത് വന്ന് ദൈവം നിന്നെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല, നിന്റെ കാലുകളെ കളമാൻപേടയ്ക്ക് തുല്യമായി നിന്റെ ഗിരികളിൽ വെക്കുവാന് നിന്റെ പാദങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവരാത്രി അവൻ ഇതിന്റെ നടുവിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുകയാണ്. അവൻ സ്തോത്ര കർത്താവ് സഹായിക്കട്ടെ. രാത്രി ദൈവത്തെ ശ്രദ്ധിക്ക്. അപ്പൊ എനിക്ക് നിങ്ങളോട് ദൂത് പറഞ്ഞ പ്രകാരം ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭയ്ക്കകത്തൊരു പുതുക്കം പ്രാപിക്കുക. എവിടെയൊക്കെ പുതുക്കം പ്രാപിക്കുക? റോമാലേഖനത്തിൽ തന്നെ 3 പുതുക്കത്തെക്കുറിച്ച് പറഞ്ഞു. 1, ആത്മാവിൽ പുതുക്കമുള്ളവരാകണം. 2, നടപ്പിനകത്ത് പുതുക്കമുള്ളവരാകണം. 3, മനസ്സ് പുതുക്കിയവരായിട്ട് മാറണം. ആരാധനയുടെ ബന്ധത്തിൽ പറയുന്നു, അവൻ സ്തോത്രത്തിന്റെ മനസ്സിനെ പുതുക്കിയവർ മാത്രമേ ആരാധനയ്ക്കകത്ത് അഭിഷേകം വെളിപ്പെടത്തുള്ളൂ. സ്വത്രം. ഈ രാത്രി നിന്റെ മനസ്സിനകത്ത് എന്തെങ്കിലും കലുഷിതമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ അതിനെല്ലാം എടുത്ത് പുറത്തു കളയണം. എന്നിട്ട് പുതുക്കം പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനെ പോലെ ദൈവത്തിന് മുൻപാകെ നിൽക്കാൻ തയ്യാറാകുകയാണ്. സ്വത്രം. അങ്ങനെ ഇന്ന് രാത്രി കർത്താവ് നമ്മളെ കുറിച്ച് 2, നമ്മുടെ നടപ്പ് പുതുക്കമുള്ളതായിരിക്കും. നടപ്പിനകത്തൊരു പുതുക്കം ഉണ്ടാകണമെന്ന്
പരിശുദ്ധാത്മാ പറയുക. സ്തോത്രം. അത് പഴയ നടപ്പ് പോലെയല്ല, നമ്മള് പുതിയ നടപ്പുകാരാണ്. ഏലീശാനെ കണ്ടല്ലോ, ഏലിയാവിന്റെ പിന്നാലെ നടക്കുമ്പോൾ അവന്റെ യോർദാൻ ഒരു വിഷയമല്ല. യോർദാൻ പലരും മുക്കിയിട്ടുണ്ട്, പലരും തകർത്തിട്ടുണ്ട്, പലരുടെ കടകളും ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ നടക്കുന്നത് ഏലിയാവിന്റെ പിന്നാലെയാണെന്ന് ഓർക്കണം. സ്തോത്രം. ഏലിയാവിന്റെ പിന്നാലെയാണ് നീ നടക്കുന്നതെങ്കിൽ യോർദാൻ നിന്റെ മുമ്പാകെ രണ്ടായിട്ട് വഴി തുറക്കുന്ന ദൈവമാണ്. ഈ രാത്രി സ്തോത്രം നടക്കുന്നത് അവൻ കേവലം വിശുദ്ധനെ കാണിക്കാൻ മാത്രമല്ല, നിന്റെ ദുർഘടകളിൽ കൂടി നടന്നു പോകുമ്പോൾ ദുർഘടകൾ നിനക്ക് വേണ്ടി ഇടത്തോട്ടും വലത്തോട്ടും വഴിമാറി നിങ്ങൾ അഭിഷിക്തരാണ് തെളിയിക്കാനായിട്ട് ദൈവത്തിന് മുമ്പാകെ നമ്മുടെ നടപ്പ് നല്ലതായിരിക്കണമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഇത് വിശദീകരിച്ചുള്ള സമയമില്ല. അപ്പോൾ നോക്കണം, ഏലീശ അങ്ങോട്ട് പോകുമ്പോൾ സ്തോത്രം ഏലിയാവിന്റെ പിന്നാലെ നടക്കുന്നത്. ഈ രാത്രികാല യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, അവനെ പിൻപറ്റുവാൻ അവൻ നമുക്ക് ഒരു നല്ല മാതൃക വെച്ചിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഗമിക്കുന്ന യേശു കർത്താവ് പരാജയത്തിന് മുന്നിൽ തോറ്റു കൊടുത്തവനല്ല, പിശാചിന് മുന്നിൽ തലകുനിച്ചവനല്ല, രോഗം കണ്ടപ്പോൾ മുഖം തിരിച്ചവനല്ല, അവൻ വെല്ലുവിളി കേട്ടപ്പോൾ ഭയപ്പെട്ടവനല്ല. അങ്ങനെ രാത്രികാലങ്ങളെ സ്വന്തം ക്രൂശിക്കപ്പെട്ട് മരിച്ചിട്ട് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ പിന്നാലെയാണ് ഞാനും നിങ്ങളും നടക്കുന്നതെങ്കിൽ പ്രതികൂലം നിന്റെ മുമ്പിൽ വിഷയമായിരിക്കത്തില്ല, രോഗം നിന്നെ ജയിക്കത്തില്ല, വെല്ലുവിളികൾ നിന്നെ തോൽപ്പിക്കത്തില്ല, അവൻ രോഗശക്തി നിന്നെ ഭയപ്പെടുത്തുകയില്ല. കാരണം അവന്റെ അടുത്തുള്ള ശക്തി എന്റെ നിന്നെ വ്യാപരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ അത്തരങ്ങൾ തുറക്കുമ്പോൾ അതിലുള്ള ദൈവത്തിന്റെ ശക്തിയായിട്ട് പുറപ്പെട്ടു വരികയാണ്. സ്തോത്രം. അതുകൊണ്ട് അവന്റെ പിന്നാലെ നടക്കണം, നടപ്പിനകത്ത് പുതുക്കമുണ്ടാകുകയാണ്. ശമനഗജല രകൽക്കമനിയ ബരാബലപ്രഭാതന. അവൻ ദൂര് പറഞ്ഞു പോകാനായിട്ടുള്ള സമയം എടുക്കൽ ലാസ്റ്റ് ഒന്നോടുകളുടെ ഞാൻ ദൈവാത്മ നിയോഗമുണ്ടെങ്കിൽ പറയാം. അവൻ സ്വത്ര കഥ സഹായിക്കട്ടെ. പുതുക്കം. രണ്ടാമത്, ഒന്ന് മനസ്സിലെടുത്ത, രണ്ട് നടപ്പിന്റെ പുതുക്കം, മൂന്ന് ആത്മാവിന്റെ പുതുക്കം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വത്രം. നടപ്പിന്റെ ഈ ആത്മാവിന്റെ പുതുക്കം എന്ന് പറയുന്നത് ആ സ്വത്രം, അതിനു വേണ്ടി നമ്മൾ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. സ്വത്രം. ആത്മാവിന്റെ പുതുക്കം, ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ കൂടാരത്തിന്റെ അകത്ത് ശക്തമായി ഇറങ്ങിയെങ്കിൽ മാത്രമേ പുതുക്കം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. സ്വത്രം. അത് ഞാൻ രാത്രിയില് ഒരു കാര്യം മാത്രം അതിനെ കുറിച്ച് ഓർപ്പിക്കാം. ശൗൽ എന്ന് പറയുന്ന പൗലോസ് രക്ഷിക്കപ്പെട്ടപ്പോൾ അവന്റെ തലമേൽ കൈവെക്കുന്ന സമയത്ത് അവരോട് അനന്യാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. സഹോദര ശൗലെ, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് അവൻ സ്വത്രം എന്നെ നിന്റെ അടുക്കലേക്ക് ദൈവം അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങള് സാവധാനം ഈ 9-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ നിങ്ങൾ വായിക്കുന്നുണ്ട്, ശൗൽ മേൽക്കുമേൽ അവൻ സ്വത്രം അവൻ പരിശുദ്ധാത്മാവിൽ പൂർണ്ണത പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു എന്ന, മേൽക്കുമേൽ അവൻ ശക്തി പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിന്റെ പുതുക്കം എന്ന് പറയുന്നത് നമ്മൾ മേൽക്കുമേൽ പുതുക്കം പ്രാപിച്ചിരിക്കണം. സ്വത്രം. സംഗീതക്കാരൻ പറയുന്നു, ഞാൻ രാവിലെയും ഉച്ചയ്ക്ക് വൈകിട്ട് സങ്കടം ഓടി വെച്ച് അവന്റെ മുൻപാകെ കരയുമെന്നാണ് സംഗീതക്കാരൻ പറയുന്നത്. അതുകൊണ്ട് ഇത് പുതുക്കാൻ കഴിയണമെങ്കിൽ അവൻ നിശ്ചയമായും ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ സമയങ്ങൾ ദീർഘമായി ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് സന്തോഷമായിരിക്കുമില്ലെങ്കിലും നമ്മുടെ ആരാധന നടക്കുമ്പോഴും അതിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പുതുക്കുവാൻ കാരണമായി തീരും. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിൽ ഒരു ദൂര് കൂടെ ഞാൻ ഓർപ്പിക്കാം. സ്തോത്രം. എല്ലാവരും തോറ്റി നിൽക്കുന്ന ഒരു പാളയമാണ് ഏലിയാവ് നിൽക്കുന്ന സ്ഥലം. ഏലിയാവിന്റെ കാലത്ത് അവൻ ഒറ്റയ്ക്ക് കർമ്മേലിന്റെ മുകളിൽ നിൽക്കുകയാണ്. അവനോട് കൂടെ നിൽക്കാൻ ആരുമില്ല. ഇസ്രായേൽ ഒരു മാലിന്യങ്ങളിൽ പോയിരിക്കുന്നു. മാത്രമല്ല, കർമ്മേലിന്റെ മുകളിൽ നിൽക്കുമ്പോൾ 850 ബാലിന്റെയും അശേരയുടെ പ്രവാചകന്മാർ ഏലിയാവിന് നേരെ നിൽക്കുകയാണ്. ഇവിടെ സ്തോത്രം. ഏലിയാവ് ദിവസനെ ജാഗരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഏലിയാവ് മുൻപോട്ട് ചെന്ന് ഗോത്രസംഖ്യക്കൊത്തവന് യഹോവയുടെ ഇടിച്ചു കിടന്ന യാഗപീഠങ്ങളെ അവൻ പുതുക്കി പണിതു എന്ന് വായിക്കുന്നത്.
മനസ്സിലാവുന്നില്ല. സ്വത്രം. ഇന്ന് രാത്രിക്കാല ദൈവത്തിന്റെ ജനത്തോട് ഞാൻ ആത്മാവ് ഓർപ്പിക്കുകയാണ്. അമ്മ ചില പട്ടണങ്ങളെ ഞാനും നിങ്ങളും വെക്കുന്ന പട്ടണങ്ങളെ പിടിക്കണമെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം ഈ രാത്രി പുതുക്കണമെന്ന് നമ്മൾ ഓർപ്പിക്കും. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യും. മനസ്സിലാകുന്നവരാ കയ്യിൽ സ്തോത്രം പറയാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്നായിട്ടുള്ള ഒരു സ്തോത്രം പറഞ്ഞാണ്. ആമേ, കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ സമയം വേണ്ടി തീരുവാട്ടോ. സ്തോത്രം. യാഗപീഠം പുതുക്കപ്പെടണം. യാഗപീഠം പുതുക്കപ്പെട്ടാൽ സ്തോത്രം പ്രവാചകന്മാർ വീണു, വാളിന്റെ ശക്തികൾ വീണു, അസുരന്റെ ശക്തികൾ വീണു. അത് സ്വന്തം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏലിയാവിന്റെ മുമ്പിൽ ഇതിനൊന്നും പിടിച്ചു നിൽക്കാൻ ആയില്ലെന്ന് വായിക്കണം. മാത്രമല്ല, ഇവരൊരു യാഗപീഠ കർമ്മേലെന്ന മുകളിൽ പുതുക്കി പണിതപ്പോൾ അവ സ്വന്തം ആയിരക്കണക്കിന് വരുന്ന ദൈവത്തിന്റെ ജനം അവിടെ വീണിട്ട് പറയുകയാണ്, യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞ ദൈവത്തിന് മുമ്പാകെ നമസ്കരിക്കുമാർ ദൈവം അവൻ ജനത്തിന് വ്യക്തം ആത്മശക്തി കൈമാറുവാൻ കാരണമായി തീർന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലരോട് പറയുന്നു, രക്ഷിക്കപ്പെടാത്തവരുടെ കുടുംബത്തിൽ ചിലരുണ്ട്. രാത്രി പറയാം, യാതൊരു പുതുക്കി പണിതാൽ അവർ കുലകുലമായി പരമ്പരാഗതമായി പിന്തുടരുന്ന തലമുറകളെ പിന്തുടരുന്ന കുടുംബ സ്ഥാപന ശക്തിയിൽ അവൻ കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറിയിട്ട് അവൻ ചിലരുടെ രക്ഷയിലേക്ക് വരുവാനുള്ള കാരണമായി തീരുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന് ജനത്തെ ആത്മാവ് ജൂതായിട്ട് ഓർപ്പിക്കുകയാണ്. നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട, നിന്റെ യാഗപീഠം ഒന്ന് പുതുക്കിപ്പെടുന്നാൽ മാത്രം മതി. ഞാൻ മുന്നോട്ട് സ്വത്രം ഒന്ന് പുതുക്കും. ഞാൻ പറഞ്ഞപ്പോ ആ ഒരു സംഭവത്തിൽ തന്നെ ഇരുന്നു. സ്വത്രം ഒന്ന് പുതുക്കത്തിൽ പറയുമ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ്. അത് ഈ പുതുക്കത്തോടുകൂടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ചില നാളുകൾക്ക് മുൻപ് ഞാന് ഈ സ്വത്രം എന്റെ വാട്സപ്പിൽ വന്ന ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഴുകനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴുകനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാക്ക പറഞ്ഞു, കഴുകന്റെ തലയിലും അതിന്റെ മുതുകത്തും ചിറകിലൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം എത്തുമ്പോ കഴുകനിങ്ങനെ ചിറക് കൂടെ വീണ്ടും പറക്കുന്നുണ്ട്. പക്ഷേ കാക്ക കൂട്ടാക്കാതെ വീണ്ടും ഇവനെ പുറകെ ചെന്ന് ശല്യപ്പെടുത്തുകയാണ്. ഈ സമയത്ത് കഴുകൻ ഇവരൊന്നും പ്രതികരിച്ചില്ല. നേരെ മറിച്ച് കഴുകൻ ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങി. കഴുകൻ വീണ്ടും ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങി. ഉയരം കൂടുന്നോറും ഈ കാക്കയ്ക്ക് ഇവനെ പിന്തുടരാൻ പറ്റാതെ പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോ കാണുന്നത് കഴുകൻ നല്ല ഉയരത്തിൽ പറഞ്ഞിട്ട് പറക്കം നിർത്തിയിട്ട് ഇവന്റെ ചിറകിങ്ങനെ വിടത്ത് ബാലൻസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയാം, സ്വത്രം ആത്മജലത്തിന്റെ നിലവാരങ്ങളുടെ താരങ്ങളിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തോട്, തലമുറയോട്, വഴികളോട്, ആത്മമണ്ഡലത്തോട് അവൻ ശത്രു അടുത്തു വരുവാൻ കാരണമാകുന്നു. മറിച്ച് അവൻ സ്വത്രം നമ്മുടെ ആത്മമണ്ഡലങ്ങളിലൊക്കെ പ്രാർത്ഥനയിലൂടെ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് ആത്മമണ്ഡലങ്ങളിലേക്ക് നാം ഉയർന്നത് വായുമണ്ഡലത്തിന് മുകളിൽ സ്വത്രം നമുക്ക് ഒരു കഴിവ് മാത്രം ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലം ആകാശമണ്ഡലത്തിന് മുകളിലുണ്ട്. ഇന്ന് രാത്രി നാം പിശാചിനെ അടുക്കുവാൻ പറ്റാത്ത, പിശാചിനെ നിന്നെ പിന്തുടരാൻ പറ്റാത്ത ഒരു ആത്മമണ്ഡലം ഉയരങ്ങളിലുണ്ട്. നീ ആത്മമണ്ഡലത്തിന് ഉയരങ്ങൾ പറക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ആത്മായി പറയുന്ന സ്വത്രം ശത്രുവിന്റെ പിൻപറ്റത്തിലെന്ന് മാത്രമല്ല, നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മണ്ഡലത്തിൽ നിന്നും പിശാചിന്റെ സാമ്രാജ്യം തകർത്തു മാറ്റി ദൈവത്തിന്റെ ആത്മാവിന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് ഈ രാത്രി ഞാൻ പരിശുദ്ധമായ നിയോഗം വിളിച്ചു പറയുകയാണ്. ഈ രാത്രി ദൈവത്തിന്റെ ജനമേ, നമ്മുടെ എല്ലാവരുടെയും ദൈവ നിയോഗം കിടപ്പുണ്ട്. സ്വത്രം ഈ ദൈവ നിയോഗം ഈ രാത്രി നമ്മൾ ഏറ്റെടുക്കണം. കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. 27 സംഘത്തിന് 6 വാക്യം ആരെങ്കിലും വായിക്കുമ്പോ 27 സംഘത്തിന് 6 വാക്യം വേഗം വായിച്ചാട്ടെ, സമയം പോകുന്നതാ. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. അതികട്ടെ, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരുമെന്ന് വായിച്ചു. ഒരു ശത്രുവും വായിക്കുന്ന
എന്റെ തല ഉയർന്നിരിക്കുമെന്ന ആ സംഗീതകാരൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഉയർമെന്നുള്ള വാക്ക് പുതുക്കത്തോട് കൂടെ ചേർത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആത്മനിയോഗത്തിൽ പറയുകയാണ്, ഓരോ ദിവസവും നിന്റെ പ്രാർത്ഥന മുറിക്കകത്തിന്റെ പുതുക്കം പ്രാപിക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ തലകൾ ആത്മാവിൽ കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കും. നിന്റെ ജീവിത മേഖലകൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. സ്വന്തം നമ്മുടെ സംഘത്തെ വീണ്ടും വായിക്കുന്നുണ്ട്, നീതിമാന്റെ ബഹുമാനത്തോടുകൂടി ഉയർന്നിരിക്കുന്ന വായിക്കുന്നത്. അവസരത്തിന്റെ രാത്രിക്കാരൻ നിന്റെ ജീവിതത്തിൽ ശത്രുവിന്റെ തല ഉയരുമെന്ന് മാത്രമല്ല, നിൽക്കുന്ന സ്ഥലത്തെ ബഹുമാനത്തോടുകൂടി ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധം ഉയർത്തി നിർത്തുമെന്ന് ഇന്ന് രാത്രി കലക്കത്താൻ ഞാൻ ഓർപ്പിക്കുക. സ്വന്തം രജമന ജലകൾ കമനിയ നരാജകൾ കമന ഇന്ത്യ സിസ്റ്റർ ഇന്ന് രാത്രി പരിശുദ്ധമോ പറയുന്നു, ഇന്ന് രാത്രി കർത്താവിന്റെ പാതകളത്തോട് നടിക്കാൻ തയ്യാറായാൽ അവൻ സ്തോത്രം ഹല്ലേലൂയ, അവൻ കർത്താവിന്റെ സാന്നിധ്യം എന്നിൽ വെളിപ്പെടുമ്പോൾ അവൻ നീ പോലും അറിയാതെ ചില തലകളെ പരിശുദ്ധമോ നിന്റെ മേൽ ഉയർത്തിക്കൊണ്ടുവരും. അവൻ പുറകോട്ട് വാടി നിൽക്കുന്ന ചിലത് നിന്റെ പിന്നാലെ വന്ന് നിന്നോട് ചേർന്ന് അത് ദൈവത്തിന് മഹത്വമാക്കിയിരുവാൻ കാരണമായി തീരും. നോക്ക്, യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷമായിട്ട് ആരുമില്ലാതെ യേശുവിനെ കാണുവാൻ ഒരുത്തിക്ക് മാത്രം ഹൃദയത്തിൽ ഒരു വാഞ്ച ഉണ്ടാകുമ്പോൾ അവൻ യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, അവൾ യേശുവിനെ കല്ലറക്കച്ചെന്ന് നിന്നുകൊണ്ട് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം യേശു കർത്താവ് പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ലെങ്കിൽ പോലും അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പേര് വെച്ച് അവളെ ധൈര്യപ്പെടുത്തുക. എന്ന് രാത്രികാലം പരിശുദ്ധമായ ദിവസങ്ങൾ നിന്റെ മേൽ അവൻ ചില ദൈവങ്ങളുടെ പകർച്ചകൾ തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരു രോഗ ഇരുന്നത് പോലെ ഇരിക്കാൻ തയ്യാറായ നിന്റെ പണിപ്പുരക്കൽ അവൻ മുട്ടുന്ന ചില ശബ്ദങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുമെന്ന് ഈ രാത്രി പരിശുദ്ധ മണ്ണിനോട് ദൂത് പറയുന്നു. ഇന്ന് രാത്രി നിന്റെ ചില ദൈവത്തോട്ട് വെളിപ്പെടേണ്ടതുണ്ട്. ദൈവത്തിന് നിന്നോട് പറഞ്ഞ വാക്കുകൾ വെളിപ്പെടുത്തേണ്ടത് പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ രാത്രികളെ കേട്ടോ പറയുന്നു, നിന്റെ പ്രാർത്ഥന യാതൊരു പുതുക്കം തയ്യാറായാൽ അവൻ സാധാരണക്കാരുടെ ഒരാളെ പോലെയല്ല. ദേവോറ പലപ്പോഴും ഈന്തപ്പനയുടെ ചോട്ടിലിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ പലരും വരുമാൻ ആശ്വാസത്തിന്റെ വാക്ക് കേൾക്കാൻ. പിന്നീട് ആശ്വാസം ഇല്ലാത്തല്ല വെളിപ്പെട്ടത് അവൻ സ്വന്തം ന്യായാധിപന്മാരുടെ കൂടാരത്തിനകത്ത് വരുന്ന അവൻ ശത്രുവിനെ ഒതുക്കാറ് ഒരു ദൈവങ്ങളുടെ അഭിഷേകത്തിന്റെ കൈമാറ്റമോടെ കൊടുത്തതുപോലെ ദൈവത്തിന് നിങ്ങളുടെ അന്യകാല ശുശ്രൂഷണ മണ്ഡലങ്ങൾ അവൻ ചിലത് കൈമാറാനുണ്ടെന്ന് രാത്രി പരിശുദ്ധമോ പറയുന്നു. നിന്നെ ദൈവത്തിന് പുതുക്കേണ്ടതുണ്ട്. നീ ഇങ്ങനെ തളർന്നു നടക്കേണ്ട ആളല്ല. അവൻ ഇങ്ങനെ പന്നിയിരിക്കേണ്ട ഒരാളല്ല. അവൻ കർത്താവിനോട് ഉണർന്ന് ശോഭിക്കുന്നത് പോലെ അവൻ ജ്യോതിസ് പോലെ പ്രകാശിക്കത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന അഭിഷേകം വീണത്തുണ്ട്. പലപ്പോഴും അവനെ ഗണ്യമാക്കാതെ ഗവനിക്കാതെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് രാത്രി കർത്താവിന്റെ സ്വപ്നം കാത്തിരുന്ന് അവൻ സത്യെ പുതുക്കാൻ നിന്റെ മുൻപിൽ ആത്മമണ്ഡലത്തിൽ ഉയർച്ച പരിശുദ്ധമോ കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ആത്മതയെ പരിശുദ്ധമോ ഉയർത്താൻ പോവുകയാണ്. നിന്റെ പിന്നാലെ വരുമാറ് ദൈവത്തിന്റെ കരം നിന്നോട് വെളിപ്പെടുന്ന രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് ദൂതി രാത്രികാരൻ വിളിച്ചേക്ക്. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ സഹോദരങ്ങളെ ദൈവ സാന്നിധ്യം വീഴട്ടെ. ഈ വചനത്തിന്റെ അഭിഷേകം കൈമാറപ്പെടട്ടെ. ഈ ദൈവശക്തികളിൽ വന്നിട്ട് അവരുടെ ദൈവാത്മാവിനെ ശക്തമായി പ്രയോജനപ്പെടുത്തുക. ദൈവത്തിന്റെ അഭിഷിക്തയെ മാറുവാൻ എന്നെ പ്രാർത്ഥിക്കുകയാണ്. അവൻ എല്ലാ ക്ഷീണങ്ങളും മാറി ശക്തമായി പാണ്ഡ്യമാത്മാവ് ഈ ദിവസം തുണ നിൽക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതം മാറുകയാണ്. ജീവിതത്തിന്റെ തലവേ മാറാൻ പോവുകയാണ്. അവനെ കാത്തിരുന്നവരാരും സ്തോത്രം ഇടുങ്ങിയിരുന്നിട്ടില്ല. അവിടെ മേലെല്ലാം വിശാലതയുടെ കരം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വത്രനിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അവൻ ആശിച്ച് കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അവൻ സ്തോത്രം ഇപ്പോൾ നടക്കുമെന്ന് വിചാരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഇതിന്റെ മേലത്തെ ദിവസം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ അവൻ ശക്തിയുടെ കരങ്ങൾ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആകെ ഇന്ന് രാത്രി കേൾക്കുന്ന സ്വന്തം ഓർപ്പിക്കട്ടെ. അവനെ കാത്തിരിക്കുന്ന ശക്തി മുതിഞ്ഞതിനോടുകൂടെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് സ്വത്രം നീ ഉയർച്ച പ്രാപിക്കും എന്നുള്ളത്. ഉയർച്ച പ്രാപിക്കുന്നത് എവിടേക്ക് ഉയരുമെന്നുള്ള കാര്യം നിങ്ങൾ അവൻ സ്വന്തം ആവർത്തന പുസ്തകങ്ങളിലൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നീ കൈകൊള്ളുന്ന എല്ലാ സ്ഥലത്തും ദൈവം നിനക്ക് ഉയർച്ച തരുന്ന
ദൈവമാണ്. നീ പാർക്കുന്ന പട്ടണത്തിൽ സകല ജാതികൾ കാണ്ഡേമെന്ന് ഉയർത്തുന്ന ദൈവമാണ്. ഇങ്ങനെയാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുത പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. ആകയാൽ കർത്താവിന്റെ കൈക്കീഴ് താണിരിക്കണം. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീനെന്ന് അപ്പോസ്തലനായ പത്രോസ് തിരുവചനത്തിലൂടെ നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന് രാത്രികാലം സ്വന്തം അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തിയെ മുന്നേറട്ടെ, ആത്മശക്തിയുടെ വ്യാപാരം നമ്മുടെ വെളിപ്പെടട്ടെ. സ്വന്തം എനിക്ക് സമയമില്ല, എന്റെ അകത്ത് ഒരുപാട് ആത്മചിന്തകൾ പരിശുദ്ധമായി തരുന്നുണ്ട്. അവ കർമ്മേലിനോട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് മഴ പെയ്തിറങ്ങി വരുന്നു. സ്വതന്ത്രം വായിക്കുന്നു, മഴ നിന്നെടുക്കാതിരുന്ന് വ്രതം പോയിട്ട് പുറപ്പെടാൻ ആഹാരം പറഞ്ഞിട്ട് ആ പർവ്വതത്തിന് മുകളിൽ നിന്നിറങ്ങി ഏലിയാവ് നടക്കാനായിരിക്കാൻ ചിന്തിച്ചിട്ട് പക്ഷേ അവന്റെ മേൽ ആ ക്ഷണത്തിൽ അഹോവിന്റെ കൈ വന്നപ്പോൾ വായിക്കുന്നു, അവൻ ആഹാബിന്റെ